ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്കും അതുപോലെ തന്നെ നോട്ട്സിനും PDF-നും ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി അപ്ഡേറ്റുകൾക്കും ഒക്കെ ആയിട്ട് മറക്കണ്ട ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ഡയറക്റ്റ് സംശയങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇറ്റ്സ് എ നമ്പർ 1 എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റി കറന്റ് ഇൻ കേരള. ഓക്കെ, സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് നിങ്ങളുടെ എക്സാമുകൾ? ഇപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും കീമൊക്കെ പഠിച്ചു കഴിഞ്ഞ് ജസ്റ്റ് കോളേജുകളിലേക്ക് പ്രവേശിച്ചിട്ടില്ലേ ഉള്ളൂ എന്ന്, പ്രത്യേകിച്ച് S1 S3 ഒക്കെ. പക്ഷേ നിങ്ങളുടെ എക്സാം ഉൾപ്പെടെ ഏകദേശം ധാരണയായി കഴിഞ്ഞു. KTUവിന്റെ അക്കാദമിക് കലണ്ടർ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഡേറ്റുകൾ അവർ തന്നെ പറയുന്നുണ്ട്. ഇതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ ധാരണയും ഇല്ലാതെയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയതെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് എക്സാമുകൾ, എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്, സെമസ്റ്റർ എങ്ങനെയാണ് പോകുന്നത്, കൃത്യമായിട്ടുള്ള ധാരണ ഈ വീഡിയോ കാണുന്നത് കൂടി നിങ്ങൾക്ക് വരും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ഞാൻ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാൻ മടിക്കണ്ട. സോ നമുക്കറിയാം, ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ നീളുന്നതാണ് S1 S3 എന്ന് പറയുന്ന ഓഡ് സെമസ്റ്റർ. അതിൻ്റെ കൂടെ തന്നെ S5 S7 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 20-ാം തീയതി അതിന് മുമ്പായിട്ടാണ് ക്ലാസ്സുകൾ തുടങ്ങിയത്. നിങ്ങളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം ഓഗസ്റ്റ് 20-ന് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 10 ദിവസത്തെ ആ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം നിങ്ങൾ നീണ്ടു നിന്നു. എന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താണ്, ഓഗസ്റ്റ് 23 ഫസ്റ്റ് സാറ്റർഡേ വർക്കിംഗ് ഡേ കൂടിയായിരുന്നു. ഇനി സെമസ്റ്റർ എൻറോൾമെന്റ് ബിഗിൻ ചെയ്തത് ഇതുവല്ല അറിയുന്നുണ്ടോ? അതായത് നിങ്ങളുടെ സെമസ്റ്റർ എൻറോൾമെന്റ് ബിഗിൻ ചെയ്തത് S1-ന് ബിഗിൻ ചെയ്തത് ഓഗസ്റ്റ് 25-ാം തീയതിയാണ്. അത് അവസാനിക്കുന്നത് സെപ്റ്റംബർ 11-നാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറെ ഓണം അവധികളൊക്കെ വന്നു. അതും ഈ അക്കാദമിക് കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കോഴ്സ് സെലക്ഷൻ ആൻഡ് മാപ്പിംഗ് ബിഗിൻസ്. S1-ന്റെ അത് തുടങ്ങുന്നത് 15-ാം തീയതിയാണ്. പല കോളേജുകളിലും യൂണിവേഴ്സിറ്റി ലെവലിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടാകും സെപ്റ്റംബർ 15. അത് അവസാനിക്കുന്നത് സെപ്റ്റംബർ 22-ആണ്. അതും കഴിഞ്ഞു. അതായത് നിങ്ങളുടെ സ്റ്റാഫ് അഡ്വൈസേഴ്സും നിങ്ങളുടെ കോളേജ് അധികൃതരും ഒക്കെ അതും ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, ലാസ്റ്റ് ഡേറ്റ് ഫോർ കറക്ഷൻസ് റിലേറ്റഡ് ടു കോഴ്സ് സെലക്ഷൻ ആൻഡ് മാപ്പിംഗ് ഇൻ KTU പോർട്ടൽ അതെന്ന് പറയുന്നത് സെപ്റ്റംബർ 26-ആണ്. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ആണ്. എക്സാം രജിസ്ട്രേഷൻ ബിഗിൻ ചെയ്യുന്നത് S1-ന് വേണ്ടിയുള്ളത് 29-ാം തീയതിയാണ്, സെപ്റ്റംബർ 29-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് ഒക്ടോബറിലേക്ക് വന്നാൽ ഒക്ടോബർ 7 കൂടി ആ ഒരു ഇൻഡിവിജ്വൽ ലെവലിലേക്കുള്ള സ്റ്റുഡൻറ് ലെവലിലുള്ള ആ എക്സാം രജിസ്ട്രേഷൻ എന്താണ് ക്ലോസ് ആവുകയാണ്. ഇതിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കോളേജും സ്റ്റാഫ് അഡ്വൈസേഴ്സും ഗ്രൂപ്പ് വഴിയും ഒക്കെ നിങ്ങൾക്ക് തരും. അത് കഴിഞ്ഞിട്ട് ആ ഒരു എക്സാം രജിസ്ട്രേഷൻ നിങ്ങളുടെ കോളേജ് ലെവലിലെ സബ്മിഷൻ എന്ന് പറയുന്നത് 14-ാം തീയതിയാണ്, അതായത് ഒക്ടോബർ 14-ാം തീയതിയാണ്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഫസ്റ്റ് സീരീസ് ടെസ്റ്റ് എന്ത് ചെയ്യണം, BTech-ന് വേണ്ടിയുള്ള ഫസ്റ്റ് സീരീസ് ടെസ്റ്റ് 16-ാം തീയതിക്കകത്ത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് KTU പറഞ്ഞിട്ടുള്ള ഓർഡർ. അതായത് ഏകദേശം ഒരാഴ്ച, 16-ാം തീയതിന് മുമ്പ് ഒരാഴ്ചയെങ്കിലും അത് തുടങ്ങണം. ഫസ്റ്റ് സീരീസ് ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് നിശ്ചിത പോർഷൻസ് പറഞ്ഞിട്ടുണ്ടാകും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങൾ എഴുതാൻ പോകുന്ന ഫസ്റ്റ് സീരീസ് ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ സെക്കൻഡ് അഡ്വൈസറി മീറ്റിംഗ് ഒക്കെ, അതൊക്കെ നിങ്ങളുമായിട്ട് ബാധകമല്ല. ഇനി നവംബറിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നവംബർ 29-നകത്ത് സെക്കൻഡ് സീരീസ് ടെസ്റ്റ് തീർക്കണമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഒക്ടോബർ 10 മുതലൊക്കെ ഫസ്റ്റ് സീരീസ് തുടങ്ങി 16-ാം തീർക്കണം. സെക്കൻഡ് സീരീസ് നവംബറിൽ തന്നെ ഒരു 3rd വീക്കോട് കൂടി തുടങ്ങിക്കഴിഞ്ഞ് 29-നകത്ത് തീർക്കണമെന്നാണ് KTUവിന്റെ അക്കാദമിക് കലണ്ടർ പറയുന്നത്. ഇതിൽ വലിയ മാറ്റങ്ങൾ നിലവിൽ വരാൻ സാധ്യതയില്ല എന്ന് കൂടി മനസ്സിലാക്കാം. ഇനി നിങ്ങളുടെ ക്ലാസ് എൻഡ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഡിസംബർ 5-ാം തീയതിയാണ് ക്ലാസ് എൻഡ് ചെയ്യുന്നത്. അറ്റൻഡൻസും ബാക്കി മാർക്കും എല്ലാ കാര്യങ്ങളിലും ഒരു ധാരണ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഡിസംബർ 5-നകത്തായിരിക്കണം. ഇനി ലാസ്റ്റ് ഡേറ്റ് ഫോർ എൻറ്ററിംഗ് അറ്റൻഡൻസ് ആൻഡ് ഇന്റേണൽ മാർക്ക് എല്ലാ കാര്യങ്ങളും വരുന്നത് ഡിസംബർ 9-ആണ്. അതായത് KTUവിന്റെ ആക്ടിവിറ്റി പോയിന്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ മറ്റ് ഫസ്റ്റ് സെമസ്റ്ററിലെ അറ്റൻഡൻസ്, മാർക്സ്, എൻട്രി എല്ലാം ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ പറയുന്നത് 9-നാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 9-നകത്ത് നിങ്ങൾ റിസോൾവ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ എക്സാം 15-ന് എന്താണ് തുടങ്ങുമെന്നാണ്. S1-ന്റെയും S3-യുടെ ഒക്കെ ഏകദേശം അങ്ങനെയാണ്. BTech S1-ന്റെ കമൻസ്മെന്റ് ഓഫ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ 15-ാം തീയതിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് റീ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 29-ാം തീയതിയാണ്. അതായത് ഈ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട്, ക്രിസ്മസ് ഹോളിഡേ കഴിഞ്ഞിട്ട് റീ ഓപ്പണിംഗ് ഡിസംബർ 29-ആണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഡിസംബർ 29, അതായത് 2026-ലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ ഏകദേശം എൻഡ് ആകും. അത് കഴിഞ്ഞിട്ട് സെമസ്റ്റർ 2 ഇവർ ഒഫീഷ്യലായിട്ട് ഇപ്പൊ തുടങ്ങും എന്ന് പറയുന്നത് എന്താണ്, അതിനുശേഷവും ഓപ്പണിംഗ്സിന് ശേഷവും എക്സാംസ് ഉണ്ടാകാം. മാക്സിമം 3-ാം തീയതിയോട് കൂടി എക്സാം തീരുന്നു എന്നാണ് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ജനുവരി 3-ാം തീയതി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് S2 ക്ലാസ്സസ് ജനുവരി 5 മുതൽ തുടങ്ങുകയാണ്. ജനുവരി, അതെ, 2026 ജനുവരി 5 മുതൽ.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിലവിലുള്ള ഡേറ്റ് ക്രമീകരണങ്ങൾ. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക. ഇത് അതുപോലെ തന്നെ നടക്കണമെന്നില്ല, പക്ഷേ KTU തരുന്ന ഏകദേശം മോഡലാണ്. ഇതിൽ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ വലിയ ഡിലേകൾ വരാതിരിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.